ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ, തൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, എല്ലാവർക്കും ഒരേപോലെ ഒരേ സമയം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. ലോകത്തൊരു കാര്യവും അങ്ങനെയല്ലല്ലോ. കാരണം നമ്മളെല്ലാവരും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. ഒരാളെപ്പോലെ മറ്റൊരാളെ കാണാൻ സാധിക്കില്ല. ഒരാളുടെ ചിന്താധാര മറ്റൊരാളുടെ ചിന്താധാരയല്ല. ഒരാളുടെ വാക്കും കർമ്മവും അതുപോലെ തന്നെ വേറൊരാളുടെ വാക്കും കർമ്മവും ആവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെയായി ഉണ്ടാക്കിയ അഥവാ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കുന്ന എന്തൊക്കെ തോട്ട്സ് എൻ്റെ ഉള്ളിലുണ്ടോ, അതൊക്കെ അതിൻ്റെയൊക്കെ തന്നെ എന്തെല്ലാം എനർജി എൻ്റെ ഉള്ളിൽ വന്ന് റെക്കോർഡായിട്ടുണ്ടോ, അതിൻ്റെ ആധാരത്തിലാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഡിഫറൻ്റ് ആകുന്നത്, വ്യത്യസ്തനാകുന്നത്. അപ്പോൾ ആ വ്യത്യസ്തയുടെ ആധാരത്തിലാണ് ഞാനൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതും. അതുകൊണ്ടല്ലേ ഒരേ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഒരു 10 വിദ്യാർത്ഥികളെ ഇരുത്തി സ്പെഷ്യലായി പഠിപ്പിച്ചാൽ പോലും 10 ആളുടെ പ്രസൻറ്റേഷനിൽ വ്യത്യാസം വരും. കാരണം അവരുടെ ഓർമ്മശക്തി വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, അവരുടെ പഠിക്കാനുള്ള കഴിവിൽ വ്യത്യാസം ഉണ്ടാവും, പ്രസൻറ്റേഷൻ സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? പഠിപ്പിച്ച ടീച്ചർ ഒരേപോലെയല്ലേ പഠിപ്പിച്ചത്, പറഞ്ഞു കൊടുത്തത് ഒരേപോലെയല്ലേ പറഞ്ഞു കൊടുത്തത്, സ്പെഷ്യലായിട്ട് ഇരുത്തി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് പ്രസൻറ്റേഷനിൽ വ്യത്യാസം വന്നു? അവർ ഉൾക്കൊണ്ട് ഗ്രാസ്പ് ചെയ്ത കപ്പാസിറ്റിയുടെ വ്യത്യാസത്തിൽ. ആ ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയിൽ എന്തുകൊണ്ട് വ്യത്യാസം വന്നു? അതുവരെ അവർ ചെയ്തു വെച്ചതായിരിക്കും അവരുടെ കർമ്മങ്ങൾ, വാക്കുകൾ, അതുകൊണ്ടുണ്ടായതായിട്ടുള്ള ഊർജ്ജം, ആ ഫയലുകൾ, റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകളുടെ ആധാരത്തിലാണ് റീപ്രൊഡക്ഷൻ എപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്നു, ഒരാളിൽ ഒരു ലോ അപ്ലിക്കബിൾ ആണ് എങ്കിൽ, അവർക്ക് അതുകൊണ്ട് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കും അതുകൊണ്ട് നടത്താൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പക്ഷേ ഒരു കാര്യം, ചിലപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ മെൻ്റലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5-5 മെത്തേഡാണ്. നിങ്ങൾ എഴുതി നിങ്ങൾ വർക്ക് തന്നെ വേണം. പകൽ മുഴുവൻ അതിലേക്ക് ശ്രദ്ധ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ വിഷ്വലൈസേഷനുകളായിട്ടുള്ള മെൻ്റലായിട്ടുള്ള വർക്കായിരിക്കും ചെയ്യേണ്ടി വരിക. ഹാർഡ് വർക്ക് ചിലപ്പോൾ ഒപ്പത്തിനൊപ്പം ചെയ്യേണ്ടതായിട്ട് വരുന്ന പല കാര്യങ്ങളും ആയിരിക്കാം. ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ പല രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള എഫേർട്ട് എന്താണോ, അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ആധാരത്തിൽ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതേസമയം ഞാൻ എത്ര സമയം ചെയ്യേണ്ടി വരും, അതെങ്ങനെ ചെയ്യേണ്ടി വരും എന്നത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ വാരിയിങ് ആണ്. അപ്പോൾ ഓരോ വ്യക്തികളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റമുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ കാണുമ്പോൾ, ഇത് എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഞാൻ മനസ്സ് മടുത്തുപോയി, എനിക്ക് പറ്റില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ തോട്ട്സ് കുറേയും കൂടെ നമ്മുടെ എഫേർട്ടിനെ കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ആ കാര്യം ഈസിയാണ്, പോസിബിളാണ്, അതെനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്കത് വലിയ റിസ്ക് ഇല്ലാതെ ഞാൻ ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ദൃഢമായിരിക്കുന്ന വിശ്വാസം. 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന് ഈസിയാണ്, മറ്റൊന്ന് പോസിബിളാണ്. എനിക്കത് ചെയ്യാൻ പറ്റും, അതേസമയം തന്നെ അത് ഈസി ആയിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്ര വലിയ കാര്യം ചെയ്യുമ്പോഴും അതിനെ ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോസിബിളാണ്, ഈസിയാണ് എന്ന് ഞാൻ പലതവണ എന്നോട് പറയുമ്പോൾ അത് എത്ര തന്നെ ഹാർഡ് എഫേർട്ടാണെങ്കിലും അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കോടികളുടെ റെന്യൂമറേഷൻ വാങ്ങുന്നതായിരിക്കുന്ന ആക്ടേഴ്സ് പലരും ഉണ്ടല്ലോ. ഷാരൂഖ് ഖാൻ തന്നെ എടുത്ത് നോക്കിയേ. ചിലപ്പോൾ 8 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂർ, ചിലപ്പോൾ രാവിലെ മുതൽ പിറ്റേ ദിവസം രാത്രി വരെ എത്ര എക്സ്ട്രാ ടൈമാണ് അവർക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി പലപ്പോഴും പല സെറ്റിലും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ അവർക്ക് ആ ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തോടുള്ള ഇൻട്രസ്റ്റ്, അവരുടെ പാഷൻ, അവരുടെ താല്പര്യം, അവരുടെ സമർപ്പണം, അത് 24 മണിക്കൂർ പ്രവർത്തിക്കേണ്ടി വന്നാലും ആ 24 മണിക്കൂറും ഫ്രഷായിരിക്കാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, മോഹൻലാൽ 2 മണിക്കൂർ സമയം കഥകളിയുടെ വേഷം ഇട്ടുകൊണ്ട് സെറ്റിൽ വെയിറ്റ് ചെയ്തിരുന്ന് തൻ്റെ നീണ്ട ഡയലോഗ്സ് പറഞ്ഞുകൊണ്ട് ചെയ്തതായിട്ടൊക്കെ. അപ്പോൾ ഏതൊരാളും ഇന്ന് ആ കാണുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതുപോലുള്ള ഹാർഡ് എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതൊന്നും തന്നെ ഇവിടെ ഷൂട്ടിംഗ്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇനാഗ്രേഷൻ, അതിൻ്റെ
അതിൻ്റെ പിറ്റേ ദിവസം വേറെ ഏതെങ്കിലും പ്രോഗ്രാം, ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അതല്ല വേറെ ഏതെങ്കിലും ഫീൽഡിലെ എക്സ്പേർട്സ് ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ഇവർക്കൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ്സ് ഉണ്ട്, ആളോട് സംസാരിക്കുന്നുണ്ട്, ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബിസി ആയിട്ടും എന്തുകൊണ്ട് അവർക്കതിന് ഈസിയായി തോന്നുന്നു? കാരണം അവരതിനെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ലക്ഷ്യം, എനിക്ക് വേണം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ലക്ഷ്യം, അതെനിക്ക് കിട്ടാത്തതാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു സങ്കല്പം വരുന്നുണ്ടെങ്കിൽ, ഒരിക്കൽ മുന്നേ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇഫ് യുവർ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ്, ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ്. നമ്മുടെ മനസ്സിന് അതിനെ സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് അതിനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് നേടാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രം, മനസ്സ് മടുക്കാതെ നിരന്തരമായി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാനുള്ള ഊർജം നമ്മളുടെ വേണം. അതെപ്പോഴേ ഉണ്ടാവുള്ളൂ. ഞാനത് ഈസിയാണ്, പോസിബിളാണ്, എനിക്കത് സാധിക്കും, ഞാനത് എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യും. ഈ 2 വാക്ക് എത്ര ഹാർഡ് എഫേർട്ട് ആയിക്കോട്ടെ, ഒരു പക്ഷേ വേണമെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യേണ്ട, നേരം വെളുക്കും വരെ ചെയ്യേണ്ട വർക്ക് ആയിക്കോട്ടെ, അത് സാരമില്ല, അതൊക്കെ ഓക്കെ, അത് ചെറിയ കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ വലിയ കാര്യം പോലും ചെറുതായിട്ട് മാറും. പല രീതിയിലുള്ളതായിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിന് ഈ മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അമേരിക്കയിൽ വെയിറ്റ് ലിഫ്റ്റേഴ്സിൻ്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോഴും അവരെങ്ങനെയാണ് വെയിറ്റിൻ്റെ പോസ്റ്റ് വെക്കുന്നത്, എങ്ങനെയാണ് ഉയർത്തുന്നതെന്നൊക്കെ, അത് ഒരു പ്രാവശ്യം ചെയ്ത് സക്സസ് ആയ ശേഷം വന്ന വീഡിയോ കണ്ട് എഗെയിൻ പോയി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റും. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം 125 കിലോൻ്റെ ഭാരം എടുക്കുന്ന ഒരാൾ 2 പ്രാവശ്യം സക്സസ് ആയി വന്ന് കണ്ടു വീഡിയോ, 3ാമത്തെ പ്രാവശ്യം പോയി വളരെ ഈസി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു തിരിച്ചു വന്നിട്ട് പറയുകയാണ്, സാർ ഞാൻ 125 കിലോ ഉയർത്തുന്നതിൽ തീർച്ചയായിട്ടും സ്വർണം വാങ്ങും എന്ന് കോച്ചിനോട് പറഞ്ഞപ്പോൾ കോച്ച് പറഞ്ഞു, പോലും നീ 125 അല്ല ഉയർത്തിയത്, 135 എന്ന്. തൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ലിമിറ്റിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ആ 25 കിലോ ഉയർത്തുന്ന അതേ ഭാവത്തിൽ 135 അയാൾക്ക് ഉയർത്താനായിട്ട് സാധിച്ചു. കാരണം തൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് എളുപ്പമാണ് എന്ന് വിചാരിച്ചു, കാര്യം എളുപ്പമായിട്ട് മാറി. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ കാര്യം എളുപ്പമാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കാനും എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നതായിട്ടുള്ള ഉറച്ച വിശ്വാസവും ഈ 2 കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതാണ് നമുക്ക് ഏതൊരു മാനിഫെസ്റ്റേഷനും വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാനുള്ളതായിട്ടുള്ള മൂലമായിരിക്കുന്ന വസ്തുക്കൾ. അതുകൊണ്ട് ഈ 2 കാര്യം എപ്പോഴും ഓർമ്മിക്കണം. ഒന്ന് ഈസിയാണ്, മറ്റൊന്ന് പോസിബിളാണ്. എത്ര വലിയ ടാസ്ക് ആയിക്കോട്ടെ അതൊന്നും സാരമില്ല, എനിക്കതൊന്നും വലിയ കാര്യമല്ല, എനിക്ക് പറ്റുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചു നോക്കൂ. നിങ്ങൾ എന്ത് വലിയ കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ട എത്ര എഫേർട്ടും മടുപ്പില്ലാതെ നിരന്തരമായി ചെയ്യാൻ സാധിക്കും. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പശക്തിയുടെ ഉപയോഗവും ഒപ്പത്തിനൊപ്പം നമ്മുടെ ഹാർഡ് വർക്കും രണ്ടും ചേർത്താൽ നിങ്ങളുടെ ഏതൊരു ഡ്രീമും നിങ്ങൾക്ക് സഫലീകരിക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കാതെ ഓർമ്മിക്കുക, എന്ത് കാര്യവും ഈസിയാണ്, പോസിബിളാണ്. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.